മുഖ്യമന്ത്രിയോടുള്ള പെരുമാറ്റത്തെച്ചൊല്ലി ധ്യാൻ ശ്രീനിവാസനെതിരെ വ്യാപക സൈബർ ആക്രമണം. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ മലയാള സിനിമയുടെ ബഹുമുഖ പ്രതിഭയായ ശ്രീനിവാസന്റെ വിയോഗം സിനിമാ ലോകത്തിനും ആരാധകർക്കുമിടയിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചത്. ആ പ്രിയപ്പെട്ട കലാകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പതിനായിരങ്ങളാണ് അദ്ദേഹത്തിന്റെ വസതിയിലേക്കും സംസ്കാര ചടങ്ങിലേക്കും ഒഴുകിയെത്തിയത്. എന്നാൽ സ്വന്തം പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഉള്ളുലഞ്ഞു നിൽക്കുന്ന മകൻ ധ്യാൻ ശ്രീനിവാസനെ ലക്ഷ്യമാക്കി ഇപ്പോൾ കടുത്ത സൈബർ ആക്രമണം നടക്കുകയാണ്. ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കാണാനായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന് സമീപത്തുണ്ടായിരുന്ന ധ്യാൻ എഴുന്നേറ്റ് ആദരം പ്രകടിപ്പിച്ചില്ല എന്നതാണ് വിമർശനങ്ങൾക്ക് കാരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അങ്ങനെയാകരുതായിരുന്നു. രാഷ്ട്രീയം നോക്കാതെ പ്രായത്തെ മാനിച്ചെങ്കിലും എഴുന്നേൽക്കാമായിരുന്നു. എഴുന്നേറ്റില്ലെങ്കിലും അദ്ദേഹം കൈവച്ചപ്പോൾ ഒന്ന് പ്രതികരിക്കാമായിരുന്നു എന്നിങ്ങനെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. അതേസമയം ദുഃഖത്തിന്റെ നിമിഷങ്ങളിൽ ഒരാളുടെ പ്രതികരണം വിമർശനവിധേയമാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നവരും ഏറെയാണ്. ദുഃഖത്തിന്റെ നിമിഷങ്ങളിൽ ഓരോരുത്തരുടെയും പ്രതികരണം വ്യത്യസ്തമായിരിക്കും എന്ന വാദവും ശക്തമാണ്. ശനിയാഴ്ച രാവിലെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ജീവിതത്തോട് വിട പറഞ്ഞത്. ചിരിയിലൂടെയും ചിന്തയിലൂടെയും സമൂഹത്തെ സ്വാധീനിച്ച കലാകാരനായിരുന്നു അദ്ദേഹം. ഒരു മഹാമടനെ ഓർക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖം മനസ്സിലാക്കി മാനുഷികമായി സമീപിക്കേണ്ട സമയമാണിത് എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദുഃഖനിമിഷങ്ങളിൽ ഒരാളുടെ പ്രതികരണം വിമർശനവിധേയമാക്കേണ്ടതുണ്ടോ അതോ മാനുഷികതയോടെ സമീപിക്കണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ വാർത്ത അവതരിപ്പിച്ചത് റഷീദ് തൊഴിയൂർ.